ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ കിച്ചൻ്റെ ഏരിയകളിലൊക്കെ സിങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത് കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് സിങ്കിൻ്റെ താഴെ, അതായത് കബോർഡിൻ്റെ അകത്ത് വെള്ളം നിറയുന്നതായിട്ട് കാണാൻ സാധിക്കും. വെള്ളം ചെറിയതായിട്ട് ഇറ്റിറ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് മെയിനായിട്ട് വരുന്നത് നമ്മൾ ഈ സിങ്ക് ഉറപ്പിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. സിങ്ക് ഉറപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് സിങ്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സ്ക്വയർ ടൈപ്പാണ്. പല ടൈപ്പ് സിങ്കുകൾ വരുന്നുണ്ട്. സിങ്കുകൾ എങ്ങനെ ഉറപ്പിച്ചാലും അത് നമുക്ക് ഗ്രാനൈറ്റിൻ്റെ സൈഡിൽ ഇപ്പോൾ ഉറപ്പിച്ചിട്ട് ഗ്രാനൈറ്റിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ കട്ടിങ് കണ്ടോ, ഈ കട്ടിങ്ങിലേക്ക് ജസ്റ്റ് ഒരു എങ്കിലും ജസ്റ്റ് താഴ്ന്നിരുന്നിട്ടാണ് നമ്മുടെ സിങ്കുകൾ ഉറപ്പിക്കുന്നത്. കാരണം ഒരേ ലെവലിലായിരിക്കില്ല, ജസ്റ്റ് ഒരു എങ്കിലും ജസ്റ്റ് താഴ്ന്നിട്ടായിരിക്കും നമ്മുടെ സിങ്കുകൾ ഉറപ്പിക്കുന്നത്. ഒരു ഇല്ലെങ്കിൽ 2 എങ്കിലും താഴ്ത്തി വെച്ചിട്ടാണ് സിങ്ക് ഉറപ്പിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു ഗ്രൂ പോലെ വെച്ച് ക്ലിയർ ചെയ്യും. അപ്പോൾ വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂ കണ്ടോ, ആ സിങ്ക് ഉറപ്പിച്ചിരിക്കുന്ന ഗ്രൂവിൻ്റെ താഴേക്കിടെ ഇതിലൂടെ വെള്ളം ഒലിച്ച് താഴേക്ക് ഇറങ്ങി ഇവിടെ കെട്ടിക്കിടക്കും. അത് നമ്മൾ സിങ്ക് കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് മുകളിൽ സ്ലാബ് കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്ന സമയത്താണെങ്കിലും കഴുകുന്ന സമയത്താണെങ്കിലും ആ വെള്ളം നമ്മൾ അറിയില്ല, അത് സൈഡിലൂടെ ഒലിച്ചിറങ്ങി നമ്മുടെ സൈഡിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് നേരെ താഴെ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓൾറെഡി സിങ്കിൻ്റെ വേസ്റ്റ് പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ലീക്കാണെന്ന്. ആ ലീക്കല്ല, ഈ ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പ് വളരെ ചെറിയ മൈന്യൂട്ട് ഗ്യാപ്പായിരിക്കും. പക്ഷെ നമുക്കത് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്കത് വർഷങ്ങളോളം യാതൊരു ലീക്കും ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വരുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അപ്പോക്സി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോക്സി ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പോക്സി ടൈൽ ഫിൽറ്റർ അപ്പോക്സിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ടിരിക്കും. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അപ്പോക്സി ആകുമ്പോൾ കുറച്ചൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരിക്കലും തന്നെ ലീക്ക് വരാത്ത രീതിയിൽ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ടൈൽ ചെയ്യുന്ന അപ്പോക്സി വർക്ക് 2 ടൈലിൻ്റെ ഗ്യാപ്പിൽ നമ്മളൊരു ലൈൻ കൊടുത്തിട്ട് ചെയ്യുന്നില്ല, അതാണ് അപ്പോക്സി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ലീക്ക് വരാത്ത രീതിയിൽ നീറ്റായി. ഇനി അതല്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ MCL ഉണ്ട്. അതായത് നമ്മൾ വാങ്ങിക്കുന്ന MCL, അതായത് വൈറ്റ് MCL കിട്ടും, അതുപോലെ തന്നെ ബ്ലാക്ക് MCL കിട്ടും. ഈ സിങ്ക് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഗ്രൂവിൽ വരുന്ന ഏരിയയിൽ സിങ്കിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ ഗ്രാനൈറ്റും കൂടി വരുന്ന ചെറിയ ഗ്രൂ ഉണ്ട്. ആ ഗ്രൂവിലേക്കാണ് നമ്മൾ MCL ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. MCL നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്ത് നീറ്റായിട്ട് ക്ലിയർ ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർവ് പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ വർഷങ്ങളോളം ഒരു ലീക്കോ കാര്യങ്ങളോ ഇല്ലാതെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി നല്ലത് അപ്പോക്സി ചെയ്യാൻ സാധിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അപ്പോക്സി തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, അതായത് അപ്പോക്സി ചെയ്യുന്ന സമയത്ത് മൊത്തം സ്പ്രെഡ് ആവാതെ നോക്കണം. അത് ടൈൽ ഫില്ലർ ചെയ്യുന്ന, അതായത് ടൈലിൻ്റെ വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോക്സി അല്ലെങ്കിൽ MCL ഇട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് പൈപ്പ് കണക്ട് ചെയ്യുന്നത് മാക്സിമം ബ്ലോക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ബ്ലോക്ക് ഒഴിവാക്കാം, പിന്നെ അതുപോലെ തന്നെ ആ കുഴിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ കൊതുക് വരുന്നതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാപ്പിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് അറിയണോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി, നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി സിങ്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോട്ടോ ഉണ്ടാവും, അതിൻ്റെ അകത്ത് ലിങ്ക് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. പല ടൈപ്പുള്ള സിങ്കും ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനലൊന്ന് ലൈക്ക് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.